സൗദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും തബൂക്ക് ഉൾപ്പെടെ മേഖലയിലും കനത്ത മഴയെത്തി. മദീനയുടെ ചില പ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. ഈ ആഴ്ച സൗദിയുടെ വിവിധ മേഖലകളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പേമാരിയും മഴയും കാറ്റും ഒന്നിച്ചാണ് തബൂക്കിലെത്തിയത്. ഇന്നലെ മുതൽ ആരംഭിച്ച മഴ ഇന്ന് വൈകുന്നേരം വരെ തബൂക്കിന്റെ പല ഭാഗങ്ങളിലായി തുടരുന്നു. ഹക്കിൽ ഉൾപ്പെടെ സൗദിയുടെ ജോർദാൻ അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ജോർദാനിലും സമാനമായ രീതിയിൽ മഴ തുടരുകയാണ്. ഇവിടെ നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഇതുവരെ ആർക്കെങ്കിലും ആളപായമുണ്ടായതായി റിപ്പോർട്ടുകളില്ല. തബൂക്കിനോട് ചേർന്നുള്ള അൽജൗഫ് പ്രവിശ്യയിലും മഴയെത്തി. ജോർദാൻ അതിർത്തി പ്രദേശങ്ങളായ ഖുറയാത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ ഇന്നലെയും തുടരുകയാണ്. അൽജൗഫിലെ സക്കാക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ട്. അസീർ, ജീസാൻ, അൽബാഹ, മക്ക എന്നിവിടങ്ങളിലെ ഹിൽ സ്റ്റേഷനുകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ദീർഘദൂര യാത്രക്കാർക്ക് സിവിൽ ഡിഫൻസിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മഴയെത്തും. റിയാദ്, കിഴക്കൻ പ്രവിശ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് മഴ ഇതുവരെയും എത്തിയിട്ടില്ല. ഇവിടങ്ങളിലേക്കും വൈകാതെ മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇതോടുകൂടി കാലാവസ്ഥ കൂടുതൽ തണുപ്പിലേക്ക് മാറും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.